ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിൽ നിന്നും സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലും നന്മ വരണയിൽ ബഹുദൈവ വിശ്വാസികൾക്കും വേദക്കാരിൽ അവിശ്വസിച്ചവർക്കും അത്ര ഇഷ്ടമല്ല എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പം അള്ളാഹു പറയാണ് പ്രത്യേകം അള്ളാഹുക്ക് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പ്രത്യേകമായി നന്മകൾ നൽകുന്നു, അനുഗ്രഹങ്ങൾ വിശാലമാക്കി തരുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഒരു ഭാഗം അതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല, എന്നാലും അടുത്തൊരു ഭാഗം നമുക്ക് നോക്കാം. ഇവരെ കുറിച്ച് തന്നെയാണ്, ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു നസ്ഖ് ചെയ്യണതിനെ കുറിച്ച്. നസ്ഖ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിയമത്തെ അള്ളാഹു നീക്കം ചെയ്യുക. നസ്ഖ് ചെയ്യാന്ന് വെച്ചാൽ മാറ്റുക, നീക്കം ചെയ്യുക, പകർത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു നിയമത്തെ നീക്കി വേറൊരു നിയമം കൊണ്ടുവരുമ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് ഖുർആനിലും മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും. അപ്പോൾ ഇവര് കളിയാക്കുമായിരുന്നു, എന്താ അള്ളാഹ്ക്ക് അബദ്ധം പറ്റിയതാണോ ആദ്യം, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്, അബദ്ധം പറ്റിയോണ്ടാണോ പിന്നെ ഇത് മാറ്റിയത് എന്നൊക്കെ ഇവർ ചോദിക്കാറുണ്ട്. തൗറാത്തിലെ ചില നിയമങ്ങൾ അള്ളാഹു ഖുർആൻ വന്നപ്പോൾ അതിലെ ചില നിയമങ്ങൾ ദുർബലപ്പെടുത്തി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പം അതിന് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം കിബില ആദ്യം എങ്ങടായിരുന്നു? ബൈത്തുൽ മുഖദ്ദിസ് ആയിരുന്നു നമ്മുടെ കിബില അല്ലേ. പിന്നീട് അതിനെ അള്ളാഹു കഅബയിലാക്കി നിശ്ചയിച്ചു. അപ്പം ആദ്യം ഇവർ ചോദിക്കണം എന്താ, അപ്പം ആദ്യം അള്ളാഹ്ക്ക് അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിച്ച് കളിയാക്കാണ് ഇവർ. പിന്നെ അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. പിന്നെ അത് അള്ളാഹു ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് നിയമങ്ങൾ മാറ്റണത്. അതിലൊക്കെ അള്ളാഹുവിൻ്റെതായ യുക്തിയുണ്ട്. ഇപ്പം ആദ്യം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ പുത്രന്മാരും പുത്രിമാരും, അതായത് സഹോദരങ്ങൾ തമ്മിൽ വിവാഹം നടത്താറുണ്ടായിരുന്നു. കാരണം അന്ന് വേറെ അന്യ സ്ത്രീകൾ എന്ന് പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വിവാഹം നടക്കുമായിരുന്നു. പിന്നീട് അള്ളാഹു ആ നിയമത്തിനെ ദുർബലപ്പെടുത്തി. പിന്നെ ഇസ്രായേലിയര് ആദ്യ കാലഘട്ടത്തിൽ 2 സഹോദരിമാരെ ഒരാള് തന്നെ 2 സഹോദരിമാരെ വിവാഹം കഴിക്കാറുണ്ടായിരുന്നു. ഖുർആൻ മുഖേന അള്ളാഹു അതിനെ വിരോധിച്ചു. പിന്നെന്താ, ഈ ഇസ്രായേലിയര് തന്നെ പശുക്കുട്ടീനെ ആരാധിച്ചു അല്ലെ. പശുക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു അവരെ കൊല്ലാനാണ് ആദ്യം കൽപ്പിച്ചത്. പിന്നീട് അള്ളാഹു കുറെ പേരൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു കൊല നിർത്താൻ കൽപ്പിച്ചു. അപ്പൊ അങ്ങനെ നിയമം മാറ്റിയിട്ടുണ്ട്. പിന്നെ പണ്ട് സ്ത്രീകളുടെ ഇദ്ദാകാലം, ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഇദ്ദാകാലം 1 വർഷമായിരുന്നു. പിന്നെ അത് മാറ്റി 4 മാസവും 10 ദിവസവും ആക്കി. അതുപോലെ മക്കൾക്ക് സ്വത്ത്, മരണപ്പെട്ട ആളുടെ സ്വത്ത് മക്കൾക്ക് മാത്രമായിരുന്നു ആദ്യം. മാതാപിതാക്കൾക്ക് വസിയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ അള്ളാഹു മാതാപിതാക്കൾക്ക് ഓഹരി നിശ്ചയിച്ചു തന്നു. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് നിസായിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അള്ളാഹു പല കാലഘട്ടത്തിനനുസരിച്ചിട്ടും ഇങ്ങനെ നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. അപ്പൊ ഇവർ ഇങ്ങനെ പരിഹസിക്കും, എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അപ്പൊ ഇവര് ഇസ്രായേലിയര് മാത്രല്ല, അവര് പോയിട്ട് ഖുറൈശികളോട് പോയി ചോദിക്കും ഇങ്ങനെ. അപ്പൊ ഖുറൈശികളും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഇങ്ങനെ വാദിക്കും, എന്താ അങ്ങനെ മാറ്റിയത്. അപ്പൊ ഇവര് പറയണെന്ന് വെച്ചാൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണേന്നാണ് അവര് പറയണത്. അപ്പൊ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഏതൊരു നിയമവും അള്ളാഹു കൊണ്ടുവരുമ്പോൾ അതിന്റെ നന്മയും ഗുണവും ഒക്കെ അള്ളാഹ്ക്ക് അറിയാം. ഓരോ കാലഘട്ടത്തിനും ഏതാണോ അനുയോജ്യമായതെന്ന് അള്ളാഹ്ക്കാണ് ഏറ്റവും നന്നായി അറിയാം. അപ്പൊ അതനുസരിച്ചിട്ടാണ് അള്ളാഹു വിധി നിശ്ചയിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ വേറെ ആരും വിമർശിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനം തന്നെയാണ്. പിന്നെ
മുമ്പ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഏടുകൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് മൂസാ നബി അലൈഹി ഇസ്ലാം, നമ്മൾ സുഹുഫി ഇബ്രാഹിം മൂസ പറയണില്ലേ. അപ്പൊ ആ ഏടുകളൊക്കെ പിന്നെ ഒട്ടും നിലനിൽക്കാത്ത രീതിയിൽ അള്ളാഹു അതിനെല്ലാം മായ്ച്ചു കളഞ്ഞു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള വിധികളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഈ ആയത്ത് നോക്കാം. മാനൻസഹ്, വല്ലതും നാം നീക്കം ചെയ്താൽ, മിൻ ആയത്തിൻ, ആയത്തിൽപ്പെട്ട, അതായത് ദൃഷ്ടാന്തത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഖുർആനായ വചനങ്ങളിൽപ്പെട്ട, ഔ അല്ലെങ്കിൽ നുൻസിഹ, അല്ലെങ്കിൽ അതിനെ വിസ്മരിപ്പിച്ചാൽ, ഒന്നില്ലെങ്കിൽ ഒരു നിയമത്തിനെ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്ത് കളയും, അല്ലെങ്കിൽ ചില നിയമങ്ങള് മാറ്റം വരുത്തും. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നഅതി, നാം കൊണ്ടുവരും, ബിഖൈരിൻ, കൂടുതൽ നല്ലതിനെ, മിൻഹ, അതിനേക്കാൾ, ഔ അല്ലെങ്കിൽ മിസ്ലിഹ, അല്ലെങ്കിൽ അതുപോലെയുള്ളത്. അലം തഅലം, നിങ്ങൾക്കറിഞ്ഞുകൂടെ, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന്. അപ്പോൾ ഈ ആയത്തിൽ പറയണമെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ആയത്തിനെ അള്ളാഹു നീക്കം ചെയ്യുകയോ അതായത് ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായി മാറ്റുകയോ വിസ്മരിക്കുകയോ ചെയ്താൽ അതിനേക്കാൾ ഉത്തമമായതിനെ അല്ലെങ്കിൽ അതുപോലെയുള്ളതിനെ അള്ളാഹു കൊണ്ടുവരും. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാവുന്നൊരു നിയമമാണ് മദ്യപാനം, അല്ലെ. ആദ്യം മദ്യപാനത്തെ പൂർണ്ണമായി വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ, നമസ്കരിക്കാൻ വരുമ്പോൾ ഞങ്ങൾ മദ്യപിച്ചുകൊണ്ടാവരുത് എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അള്ളാഹു അതിനെ പൂർണ്ണമായും നിഷിദ്ധമാക്കിയത്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ പറയണത് കേട്ടോ. ഇനി അടുത്ത ആയത്ത്, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹു പറയാണ്, അലം തഅലം, നിങ്ങൾക്കറിഞ്ഞുകൂടെ, അന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ലഹു, അവനാകുന്നു, മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെയും രാജാധിപത്യം അവനാകുന്നു എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. വമാലക്കും, നിങ്ങൾക്കില്ലതാനും, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, മിൻ വലിയിൻ, ഒരു രക്ഷാധികാരിയും, വലാ നസീർ, ഒരു സഹായകനും ഇല്ല എന്ന്. അള്ളാഹു ഇങ്ങനെ ചെയ്തതിന്റെ കാരണം പറഞ്ഞു തരാണ്. എന്താണ്? ആകാശങ്ങളും ഭൂമിയുടെയും രാജാധികാരം ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണുള്ളത്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടാതെ ഒരു വലിയുമില്ലാന്ന്. വലിയെന്ന് വെച്ചാൽ രക്ഷാധികാരി, പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ അർത്ഥം രക്ഷാധികാരി എന്നാണ്. രക്ഷാധികാരിയാണ്, പിന്നെന്താണ്, സമീപസ്ഥനാണ് എന്നൊക്കെ ഉണ്ട്. കൂട്ടുകാരൻ, എന്താണ്, ബന്ധു എന്നൊക്കെ അർത്ഥമുണ്ട്. കൂട്ടുകാരനല്ല കേട്ടോ, ബന്ധു എന്നാണ് അർത്ഥം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, ഒരു സത്യവിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അല്ലെ, സ്വന്തം ദേഹത്തേക്കാൾ കൂടുതൽ അടുത്തത്, കൂടുതൽ ബന്ധമുള്ളത് അല്ലെങ്കിൽ കടമപ്പെട്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നൊക്കെ സൂറത്ത് എന്താണ് 33-ാമത്തെ അധ്യായം അഹ്സാബിലൊക്കെ പറയുന്നുണ്ട്, അല്ലെ. എന്നുവെച്ചാല് നമ്മളുടെ ശരീരത്തിനേലും കൂടുതൽ സ്നേഹിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന്. അപ്പൊ ഇവിടെ വലിയന്റെ അർത്ഥം രക്ഷാധികാരി എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു അല്ലാണ്ട് ഒരു വലിയുമില്ല, ഒരു സഹായകനും ഇല്ല എന്നാണ് പറയണത്. അതിൽ പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അടുത്തൊരായത് നോക്കാം. അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബൽ വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി ഫഖദ് ളല്ല സവാഅസ് സബീൽ. ഇതിൽ അള്ളാഹു പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ ജനത ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണോ എന്നാണ് ചോദിക്കണേ. അപ്പൊ എന്താണ്, അവര് ചോദ്യം ചോദിച്ചിട്ടാണ് കുഴപ്പത്തിലായത്, അല്ലെ. അവരോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് അതിന് ഓരോരോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പൊ പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോ അവര് ചോദിച്ചു എങ്ങനത്തെ പശു ആയിരിക്കണം, നിറം എന്തായിരിക്കണം, അങ്ങനെയൊക്കെ ചോദിച്ചു അവര് തന്നെയാണ് കുഴങ്ങിപ്പോയത്, അല്ലെ. ആദ്യം അള്ളാഹു പറഞ്ഞനുസരിച്ച് ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ മതിയായിരുന്നു. പിന്നീട് അവര് ഇങ്ങനെ ചോദിച്ച് അവര് തന്നെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഒരു പശുവിനെ കണ്ടുപിടിക്കേണ്ട വന്നു. ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി ഉള്ളതിനെ കണ്ടുപിടിക്കേണ്ട വന്നു. അതുപോലെ പറഞ്ഞിട്ടുണ്ടല്ലേ, അള്ളാഹുവിനെ കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും ധിക്കാരങ്ങളും ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളാവുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കണത്. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊരു മിതത്വവും മര്യാദയും ഒക്കെ പാലിക്കണം എന്നാണ് ഈ ഒരു ആയത്ത് കൊണ്ട് അള്ളാഹു വിശ്വാസികളെ ഉണർത്തുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടുമ്പോൾ, അതായത് ഇന്ന കാര്യം ഇന്ന പ്രകാരം വേണമെന്ന് കൽപ്പിക്കാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെയും വിട്ടേക്കാൻ, പിന്നെ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കേണ്ടാന്ന്. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ നാശത്തിലകപ്പെട്ടത് അവർ ചോദ്യം അധികരിപ്പിക്കുകയും അവരുടെ നബിമാരോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാകുന്നു. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അതങ്ങോട്ട് ചെയ്താൽ മതി. വിരോധിച്ചാൽ അതിനെ പൂർണ്ണമായും വെടിഞ്ഞേക്കുക.
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഹജ്ജിന് നിങ്ങൾ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞൊരു അവസരത്തിൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ല ഒന്നും മിണ്ടിയില്ല. കാരണം അതിനൊരു ഉത്തരം പറയണ്ടെന്ന് ഓർത്ത് മിണ്ടിയില്ല. അപ്പൊ ഇയാള് പിന്നെയും ചോദിച്ചു, പ്രവാചകനെ ഞങ്ങൾ എല്ലാ കൊല്ലവും ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ കുറച്ച് സ്വരത്തിൽ തന്നെ പറഞ്ഞു, ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യങ്ങൾ ചോദിക്കരുത്. ഞാനിപ്പോ അതെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കുഴങ്ങിപ്പോവും. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു, അല്ല പ്രവാചകൻ അവരോട് പറയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളോടും എന്തൊരു സംശയം ചോദിക്കേണ്ടെന്നല്ല ഇതുകൊണ്ട് അർത്ഥം ട്ടാ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ല രീതിയിലുള്ള അറിയാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലാണ്ട് വെറുതെ ഈ ഒരു ആവശ്യവും ഇല്ലാത്ത ഈ ഒരു ചോദ്യം കൊണ്ട് നമുക്കോ കേൾക്കണവർക്കോ ഒരു ഗുണവും ഇല്ലാത്ത ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ കുഴപ്പത്തിലാവണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അനാവശ്യമായിട്ടോ അർത്ഥശൂന്യമായോ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുക, പിന്നെ ആവശ്യത്തിലധികം ചുഴിഞ്ഞന്വേഷിക്കാണ്ടിരിക്കുക, പിന്നെ നമ്മൾ അനുഷ്ഠാനത്തിൽ കൊണ്ടുവരാൻ ഒരു ഉദ്ദേശവും ഇല്ല, എന്നിട്ട് ആ കാര്യത്തിനെ കുറിച്ച് പിന്നെയും നമ്മൾ ഒരു ആവശ്യവും ഇല്ലാത്ത ചോദ്യം ചോദിക്കുക. അതൊക്കെയാണ് ദുഷിച്ച സമ്പ്രദായങ്ങളാണെന്നാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇനി അടുത്ത ആയത്ത്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദാ മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് ഫഅഫു വസ്ഫഹു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതില് പറയണത് എന്താ വെച്ചാല്, വേദക്കാരില് അധിക ആളുകളും അവരുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ, വദ്ദാന്ന് വെച്ചാല് അവര് ആഗ്രഹിച്ചു മോഹിച്ചു എന്നൊക്കെയാണ്. അവരുടെ ആഗ്രഹം എന്താ വെച്ചാൽ, നിങ്ങൾ സത്യവിശ്വാസമൊക്കെ സ്വീകരിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ അവിശ്വാസത്തിലേക്ക് ഒന്ന് മടങ്ങി കണ്ടാൽ കൊള്ളായിരുന്നു എന്നാണ് അവരുടെ ആഗ്രഹം. നിങ്ങളൊന്ന് മടങ്ങിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് യാഥാർത്ഥ്യം വ്യക്തമായിട്ടുള്ളതിന് ശേഷം അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയ കൊണ്ടാണ് അവരങ്ങനെ പറയണത്. അല്ലാണ്ട് ഇത് സത്യമല്ല എന്ന് വിചാരിച്ചിട്ടല്ല. അവർക്കറിയാം സത്യമാണെന്നൊക്കെ അറിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ആ അസൂയ ഉള്ളതുകൊണ്ട് വിചാരിക്കാണ് നിങ്ങളും ഇതിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞെങ്കിൽ നിന്ന് അവർ ഒന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ട് വരുന്നത് വരേക്കും നിങ്ങൾ മാപ്പ് ചെയ്യുക. അപ്പൊ അവരെന്തെന്നെ പറഞ്ഞാലും നിങ്ങൾ അതിനെ എതിർക്കാനോ ഒന്നും നിൽക്കരുത്. അള്ളാഹുവിന്റെ കൽപ്പന വരട്ടെ, അതുവരെ നിങ്ങൾ ക്ഷമിച്ചും അവരോട് മിണ്ടാണ്ട് ഇരിക്കാനാണ് പറയണത്. അവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തോളിന്. നിശ്ചയമായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അപ്പൊ അവര് നിങ്ങളോട് എന്ത് തന്നെ പറഞ്ഞിങ്ങോട്ട് വന്നാലും നിങ്ങൾ അങ്ങോട്ട് ഒന്നിനും പോവണ്ട, ക്ഷമിച്ച് മിണ്ടാണ്ടിരിക്കണം എന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ അവരുടെ മനസ്സിലുള്ള അസൂയ കൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ആഗ്രഹിക്കണത്. അപ്പൊ നമുക്കും അസൂയ വെക്കാൻ പാടില്ല അല്ലെ. അസൂയ ഉള്ള ഒരാളുടെ ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കില്ല. അപ്പൊ നമുക്ക് അസൂയ വെക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒന്ന് എന്താണ്, അറിവ് നേടിയ ഒരാള് അയാളുടെ അറിവ് കാണുമ്പോൾ നമുക്കൊരു അസൂയ തോന്നാം. അപ്പൊ അങ്ങനെ ഒരു തോന്നിയിട്ട് നമുക്ക് കൂടുതൽ അറിവ് സമ്പാദിക്കാം. പിന്നെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന ഒരാളെ കാണുമ്പോൾ അസൂയ തോന്നാം. അതായത് കാലത്തും വൈകുന്നേരവും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവാക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളോട് അസൂയ വെക്കണേൽ കുഴപ്പമില്ല. കാരണം അങ്ങനെ തോന്നിയിട്ട് നമ്മൾ അതിനേലും കൂടുതലായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലോട്ട് ഇറങ്ങണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു രണ്ട് കാര്യത്തിൽ മാത്രമേ നമുക്ക് വേറൊരാളോട് അസൂയ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ ഒരു കാര്യത്തിലും നമുക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല. അടുത്ത ആയത്ത്, വഅഖീമുസ്സലാത വആതുസ്സകാത വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. വഅഖീമുസ്സലാത, നമസ്കാരം നിലനിർത്തുക, വആതുസ്സകാത, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും ചെയ്യുക, വമാ തുഖദ്ദിമു, നിങ്ങൾ എന്ത് മുൻകൂട്ടി ചെയ്താലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ലി അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾക്ക് വേണ്ടി, മിൻ ഖൈരിൻ, നന്മയായിട്ട്, തജിദൂഹു, അത് നിങ്ങൾ കണ്ടെത്തും, ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. അപ്പൊ നമ്മൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എന്ത് നമുക്ക് വേണ്ടി ചെയ്തു വെച്ചാലും അതൊന്നും അള്ളാഹുവിന്റെ അടുത്ത് വിട്ടു പോവുകയില്ല. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം എന്നാണ് പറയണത്. കാണും.
നമ്മൾ സൂറത്ത് കഹ്ഫിൽ പറയുന്നുണ്ടല്ലേ, മാലിഹാദൽ കിതാബ്, ഇത് എന്തൊരു ഗ്രന്ഥാണെന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലോട്ട് തരുമ്പോൾ, നമ്മളുടെ പ്രവർത്തന ഫലങ്ങളുടെ ഗ്രന്ഥം നമുക്ക് തരുമ്പോൾ പറയും എന്താണ്, അത് ചെറുതോ വലുതോ ആയ ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ല, ഇത് എന്തൊരു ഗ്രന്ഥമാണെന്ന് നമ്മൾ തന്നെ പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു വെക്കണ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് എന്താ, ആ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് അത് കാണാം. ഇതെല്ലാം അള്ളാഹു കാണിച്ചു തന്നിട്ട്, ഇപ്പൊ ഒരുപാട് തിന്മ ചെയ്ത ഒരാൾക്ക് ചിലപ്പോൾ അള്ളാഹു അയാളുടെ നല്ല കാര്യങ്ങൾ കൊണ്ട് ആ തിന്മകളെ മായ്ച്ചു കളയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ചെയ്തു വെച്ച തിന്മകളും നന്മകളും മുഴുവൻ നമ്മളെ കാണിക്കും എന്നാണ്. ശിക്ഷിക്കണോ ശിക്ഷിക്കണ്ടേ എന്നുള്ളതൊക്കെ അള്ളാഹു ആണ് തീരുമാനിക്കണേ. ഇപ്പൊ ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ഒരുപാട് നന്മകളുമായിട്ട് വന്ന് പാപ്പരായി പോണ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഒരുപാട് നന്മയുണ്ടാവും, പക്ഷെ പ്രതിഫലം നോക്കുമ്പോൾ ചിലപ്പോൾ 0 ആയിരിക്കും, അള്ളാഹുവിൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരിക്കൂല. അപ്പൊ നമ്മൾ എന്ത് തന്നെ നന്മയായിട്ട് ചെയ്താലും, ഇപ്പൊ തുലാസിൽ കനം തൂങ്ങണ അമലുകൾ പലതും പലതാണല്ലേ. ഇപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, അത് ആ ഒരു ദുആ എന്താ തുലാസിൽ കനം തൂങ്ങണതാണെന്ന് പറഞ്ഞു. അപ്പൊ വളരെ ചെറുതാണ്, ചെറിയ സമയം മതി, പക്ഷെ അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു വലിയൊരു പ്രവർത്തനം ചെയ്യണേലും കൂടുതൽ നന്മ അതുമൂലം രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ ചെയ്യണ ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ കണ്ടെത്തുന്നതാണെന്നാണ് പറയണത്. അടുത്ത ആയത്തില് ഈ വേദക്കാരുടെ ഒരു വർത്താനാണ് പറയണത് കേട്ടോ. അവര് പറയും എന്താണ്, ഞങ്ങൾ ജൂതന്മാരോ നസ്രാണികളോ അല്ലാണ്ട് ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് അവർ പറയണത്. അപ്പൊ അള്ളാഹു അതിന് മറുപടി കൊടുക്കുകയാണ്, അത് അവരുടെ വെറും വ്യാമോഹം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും അതിന് തെളിവുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുപോവാ, നിങ്ങൾ സത്യമാണ് പറയണമെങ്കിൽ എന്നാണ് അടുത്ത ആയത്തിൽ പറയണത് കേട്ടോ. അപ്പൊ വഖാലു, അവർ പറയുകയാണ്, പ്രവേശിക്കുന്നതേ അല്ല എന്ന് വെച്ചാൽ ഒരിക്കലും പ്രവേശിക്കൂല എന്നർത്ഥം. അൽ ജന്നത, സ്വർഗത്തിൽ, ഇല്ലാമൻകാനഹൂദൻ ഔ നസാറ, യഹൂദികളോ നസ്രാണികളോ ആയവരൊഴികെ, അവരല്ലാണ്ട് ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. തിൽക്ക, അത് അമാനിയുഹും, അത് അവരുടെ വെറും വ്യാമോഹം മാത്രമാണെന്നാണ് അള്ളാഹു പറയുന്നത്. കുൽ, പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് പറയുക, ഹാത്തു, നിങ്ങൾ കൊണ്ടുവരുവിൻ, ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ്, ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ ഈ പറയണത് സത്യമാണെങ്കിൽ നിങ്ങൾ അതിനുള്ള തെളിവ് കൊണ്ടുവരൂ എന്നാണ് പറയണത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, ഞാനാണ് സ്വർഗത്തിൽ പോണെന്നാണ് പറയണത് കേട്ടോ. ബല, അങ്ങനെയല്ല, മൻ അസ്ലമ, ആര് കീഴൊതുങ്ങിയോ, വജ്ഹഹു, തൻ്റെ മുഖത്തെ, ലില്ലാഹി, അള്ളാഹുവിന്, വഹുവ, അവനാകട്ടെ, മുഹ്സിനുൻ, സുകൃതം ചെയ്യുന്നവനാണ്, ഫലഹു, എന്നാൽ അവനുണ്ട്, അജ്റുഹു, അവന്റെ പ്രതിഫലം, ഇൻദ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ, വലാ ഖൗഫുൻ, അവൻ ഭയപ്പെടേണ്ട, അലൈഹിം, അവരുടെ മേൽ, അതായത് അവരുടെ മേൽ യാതൊരു ഭയവും വേണ്ട, വലാഹും യഹ്സനൂൻ, അവര് വ്യസനിക്കുകയും വേണ്ട. അപ്പൊ ആരാണോ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ മുഖത്തെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുന്നത്, അവർക്ക് തൻ്റെ റബ്ബിന്റെ അടുക്കല് പ്രതിഫലമുണ്ട്, അവര് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല, വ്യസനിക്കുകയും വേണ്ട എന്നാണ് പറയണത്. ഈ മുഹസിൻ എന്ന വാക്കിന്റെ അർത്ഥം സുഹൃതം ചെയ്യുന്നവൻ, സൽഗുണവാൻ, നന്മ ചെയ്യുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഇഹ്സാൻ എന്നാൽ എന്താണെന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി ഇപ്രകാരമാണ്, അള്ളാഹുവിനെ നീ കാണുന്നുണ്ടെന്ന പോലെ അവനെ നീ ആരാധിക്കലാണ്. അവനെ നീ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നുണ്ട് എന്ന്. ഇത് നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉള്ളതാണ് ഇഹ്സാൻ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നീ അവനെ ആരാധിക്കുക, അതാണ് പറയണത്. വഹുവ മുഹ്സിനുൻ, സുകൃതം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ. അപ്പൊ അതായത് നമ്മൾ എന്ത് നന്മ ചെയ്യണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. എന്നല്ലാണ്ട് വെറുതെ നമ്മൾ അള്ളാഹുവിൽ വിശ്വാസം അല്ലാണ്ട് നമ്മൾ എന്ത് തന്നെ നന്മ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥാക്കണേ. അത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. നമുക്ക് നോക്കാം. ആദ്യം പറയണത് അള്ളാഹു ആയത്തുകളെ നെസ്ഖ് ചെയ്യണതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അള്ളാഹു എന്തെങ്കിലും ഒരു ആയത്തിനെ നെസ്ഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെതായ കൃത്യമായ ഉദ്ദേശം അതിനുണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് അള്ളാഹു നിയമങ്ങളൊക്കെ മാറ്റണേന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്, നിങ്ങൾ മൂസാ നബീനോട് ചോദിച്ച പോലെ പ്രവാചകനോട് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണോ, എന്നിട്ട് നിങ്ങൾ കുഴപ്പത്തിലാവാനാണോ എന്നാണ് ചോദിച്ചത്. പിന്നെന്താ, വേദക്കാരുടെ ഒരു ആഗ്രഹം പറഞ്ഞു അല്ലേ. അവർ ആഗ്രഹിക്കണം എന്താണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അവിശ്വാസത്തിലേക്ക് തന്നെ തിരിച്ചു പോയെങ്കിൽ, അവരുടെ അസൂയ നിമിത്തമാണ് അവർക്കത് അങ്ങനെ തോന്നണത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താണ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, നിങ്ങൾ
എന്ത് തന്നെ നന്മ ചെയ്തു വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി മുൻപ് ചെയ്തു വെച്ച നന്മകളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേദക്കാരുടെ ഒരു വ്യാമോഹത്തിനെ കുറിച്ചിട്ടാണ് പറയണത് അല്ലേ. അവർ പറഞ്ഞാൽ അവർ മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ, ജൂതന്മാരും ക്രിസ്ത്യാനികളും മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുകയാണത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു പറയാണ് ആരാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്നവൻ, ഇഹ്സാനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പൂർണ്ണമായി കീഴൊതുങ്ങുന്നവനാണ്. അവന് ഒട്ടും വിഷമിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട എന്നാണ് അള്ളാഹു പറയണേ. അങ്ങനെ ഈ ഒരു പേജ് തീർന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ഓഡിയോയിൽ അടുത്ത പേജ് നോക്കാം. അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.